ഭയങ്കര തിരക്കുപിടിച്ചൊരു ദിവസമാണ് ഇന്ന്. ഞാൻ രാവിലെ തന്നെ പോകുന്നത് ജില്ലാതല കേരളോത്സവത്തിന് വേണ്ടിയിട്ടാണ്. പെരളശ്ശേരി ഹൈസ്കൂളിൽ നിന്നാണ് കേരളോത്സവം നടക്കുന്നത്. അപ്പോൾ എനിക്കവിടെ ആദ്യത്തെ ഐറ്റം ലളിതഗാനമാണ്. ഞാൻ രാവിലെ തന്നെ അവിടെ എത്തി ഇങ്ങനെ ഇരിക്കുന്നു. പൊതുവേ ആളെല്ലാം കുറവാണ്. ആടുന്ന് പരിചയപ്പെട്ടൊരു ആളാണിത്. ഭയങ്കര വർത്താനേനു പോയരം മുതൽ. പേര് കൃതിയാണ്. മത്സരം ആരെല്ലാം മത്സരത്തിൽ പങ്കെടുക്കുന്നു? ആഴ്ച അതിലില്ല. സ്നാപ്പിലല്ലേ? സ്നാപ്പിലില്ല. ഇല്ല, സ്നാപ്പിലില്ല. എൻ്റെ കയ്യിലുള്ള ഓരോ സാധനവും ചോദിച്ച് വാങ്ങി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞ് എല്ലാം വെക്കുന്നുണ്ടാവും എല്ലാവരോടും. നിന്റെ വീട്ടിൽ ഏതെല്ലാം തെയ്യുള്ളത്? ഗുളികന് ശാസ്ത്രപ്പനാ? അല്ല, അപ്പനില്ലേ? അപ്പൻ ആടെയാ പോയിനി? അമ്പാച്ചിക്ക. ഇപ്പൊ എത്ര സമയായി? 4 5 മണി. അങ്ങനെ ലളിതഗാനെല്ലാം തുടങ്ങി. ലളിതഗാനത്തിന് 11 ആളുണ്ടായിനെ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കവിതേൻ്റെ അടുത്തേക്ക് പോയി. നൽകി വളർത്തി മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശി. പിന്നെ കുറച്ച് സമയം കുച്ചിപ്പുടിയെല്ലാം കണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് നല്ല സാമ്പാറും ചോറും മീൻകറിയും പച്ചടി പായസം അങ്ങനെയായിട്ട് നല്ല ഫുഡ്. പിന്നെ ഇത് നമ്മളെ റംഷിക്കൻ്റെ ഒരു പാട്ട്. റംഷിക്ക അവിടെ ജഡ്ജസായിട്ട് ഉണ്ടായിന്. അപ്പോൾ റംഷിക്കൻ്റെ ഒരു പാട്ടും വിധി നിർണയെല്ലാം ഇങ്ങനെ കണ്ട് അപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആയേ. ഒരുപാട് സമയമായി. അങ്ങനെ ഇതാ ലളിതഗാനത്തിന് ഫസ്റ്റ് നമ്മളിങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റും ട്രോഫിയെല്ലാം കൊണ്ട് ഞാൻ നേരെ നാട്ടിലേക്ക് പോയി. നാട്ടിലെത്തിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളെല്ലാം. അപ്പോൾ നമ്മളെ ഗ്രാമോത്സവമാണ്. എൻ്റെ പിള്ളേരെല്ലാം സ്റ്റേജ് കയറ്റണം, എനിക്ക് കയറണം, എല്ലാ പരിപാടിയും ഉണ്ട്. ഞാൻ എത്തുമ്പോൾ 7:30 കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫെലോഷിപ്പ് സ്റ്റുഡൻസ് എല്ലാവരും. അപ്പോഴത്തേക്ക് പ്രാക്ടീസെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട്. ഞാൻ വരാൻ മാത്രം കാത്തുന്നതേനു. അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി അവരെ ഒന്ന് റിഹേഴ്സലെല്ലാം ചെയ്യിപ്പിച്ചിട്ടാകുമ്പോൾ പിന്നെ നമ്മളെ സാംസ്കാരിക സമ്മേളനം തുടങ്ങി. നമ്മളെ അനുപമ ടീച്ചറെ പുസ്തക പ്രകാശനം ഉണ്ടായിനി. അപ്പം നമ്മൾ ഡയറ്റിൽ ഒരുപാട് താഴ്ചയോട് കൂടിയേ ആ പുസ്തകം നിങ്ങളുടെ കയ്യിൽ എത്തുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ചോദ്യക്കുട്ടികൾക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് അതെല്ലാം അടിപൊളിയായി നല്ല രീതിക്ക് തന്നെ അവർ സ്റ്റേജെല്ലാം കയറ്റി കഴിഞ്ഞ് അതിനുശേഷം ഞാൻ പഠിപ്പിച്ച ചെറിയ നമ്മളെ ആൺകുട്ടികളുടെ ഡാൻസ് ഉണ്ട്. അവരെയും കൂടി സ്റ്റേജ് കയറ്റണം. പക്ഷേ അവരുടെ ഡാൻസൊക്കെ കാണാൻ കഴിയില്ല. എൻ്റെ കൈകൊട്ടിക്കളീൻ്റെ ഡ്രസ്സ് മാറ്റാൻ പോണ എനിക്ക്. എടാ ഇതാണ് എൻ്റെ കുട്ടി. അപ്പം അവർക്ക് നല്ലൊരു ഓൾ ദി ബെസ്റ്റ് എല്ലാം കൊടുത്ത് ഞാൻ അവിടുന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയി. ഇതാണ് നമ്മളെ കൈകൊട്ടിക്കളിൻ്റെ ഡ്രസ്സ്.
അങ്ങനെ കൈകൊട്ടിക്കളിയിൽ അടിപൊളിയായി കഴിഞ്ഞു. നമ്മൾ കുറച്ച് ഡാൻസ് എല്ലാം കണ്ട് അവിടുന്ന് മെല്ലെ ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പാഞ്ഞ് നല്ല വിശപ്പുണ്ടായിനി. ഞാൻ രാവിലെ പോയതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിനി. അങ്ങനെ ഡാൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി. എനർജി കുറച്ച് ഓവർ ആയാലോ. അങ്ങനെ ഇതാ നടു റോട്ടും വന്ന് ഡാൻസും കളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവരും. കൈകൊട്ടിക്കളി അടിപൊളിയായതിൻ്റെ സന്തോഷത്തിലാണെന്നാണ് പറഞ്ഞത്. ഫുഡ് കഴിക്കണ്ടേ പിന്നെ സന്തോഷം കൂടി ആയില്ല. അവിടെ ചിക്കൻ കറിയും നെയ്ച്ചോറ് ഉപ്പുമാവ് ചപ്പാത്തി എല്ലാം ഉണ്ടായിനി. എത്തിയപാടും കിട്ടിയ സ്ഥലത്ത് ഇരുന്നിട്ട് ഓരോരാളും കഴിച്ച്. അങ്ങനെ പിന്നെ നമ്മളെ വനിതാവേദിയിൽ ഒപ്പനയെല്ലാം ഉണ്ടായിന്. പിന്നെ ബാക്കി അതെല്ലാം കണ്ട് നമ്മളെ കമ്മിറ്റിക്കാരെ ഫോട്ടോ സെക്ഷനും അതും ഫോട്ടോ സെക്ഷനെല്ലാം അടിപൊളിയായിട്ട് സ്റ്റേജിൽ തന്നെ കഴിഞ്ഞ് ഓരോ കമ്മിറ്റിക്കാർ ഡ്രസ് കോഡ് ഇട്ട ആൾക്കാർ എല്ലാവരും കൂടി നല്ല രീതിക്ക് തന്നെ നല്ല ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്ത് ഗ്രാമോത്സവത്തിൻ്റെ ഒന്നാമത്തെ ദിവസം അങ്ങനെ ഇവിടെ പൂർണ്ണമാവേന്ന്. അപ്പോൾ രണ്ടാമത്തെ ദിവസം വീണ്ടും കുറച്ച് പരിപാടികളും നമ്മുടെ നാടൻ പാട്ടും എല്ലാം ആയിട്ട് അതേ നാളെ വൈകുന്നേരം വരേണ്ടതാണ്. അപ്പോൾ ഇന്നെല്ലാവരും അടിപൊളിയായി സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് തന്നെ ഈ ഒന്നാമത്തെ ഒരു ദിവസം ഇവിടെ ഫുള്ളാക്കിയിട്ടുണ്ട്.